പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ടേബിൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇനിയുള്ള നമ്മുടെ തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു ടേബിളാണെന്ന് പറയുന്നത്. അതായത് 4 നമ്പർ സിസ്റ്റത്തിൻ്റെ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബൈനറി ആയാലും ഒക്ടൽ ആയാലും ഹെക്സാഡെസിമൽ ആയാലും ഇതെല്ലാതും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ടേബിൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഇതിനടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻസ് ആണ്. അതായത് ബേസ് കൺവേർഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ അഡീഷൻസ്, അതായത് അർത്തമാറ്റിക് ഓപ്പറേഷൻസ് വരുന്നുണ്ട് ബൈനറി വെച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ ഈ ബൈനറി ഭയങ്കരമായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ ബേസ് കൺവേർഷൻസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കൺവേർഷൻ എന്താണ്? ഡെസിമൽ ടു ബൈനറി. അപ്പോൾ ഡെസിമലിൽ നിന്ന് നമുക്കൊരു നമ്പറിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 58 ഇത് ഡെസിമലിലായിരിക്കണത്. അതിന് നമുക്ക് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 58 ബൈനറിക്കാണല്ലോ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 58നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 58 2 29 ടൈംസ് പോവും. അപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഇനി 29 2ൽ 14 ടൈംസ് പോവും, റിമൈൻഡർ 1. ഓക്കെ, പിന്നെയും 2ൽ പോവും 0. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടില്ലേ ഇത് നോക്കിയേ 111 010. അപ്പോൾ ഇതായിരിക്കും ഈ 58ൻ്റെ ബൈനറി എന്ന് പറയുന്നത്. 111 010. ബൈനറി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇങ്ങനെ 2 എന്നിട്ടിട്ട് അടിയിലെ ബേസ് 2 എന്നിട്ടിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഇൻറ്റീജർ പാർട്ടുള്ള മാത്രമുള്ള ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. ഇനി നമുക്ക് എന്താ ഫ്രാക്ഷൻ പാർട്ട് വരികയാണെങ്കിൽ, അതായത് പോയിന്റ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? അതായത് ഈ 58 അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തത് പോലെ 111 010 തന്നെ വരും. ഇനി ബാക്കിയുള്ളത് എന്താ? 0.25 ആണ് നമുക്ക് ഇനി കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0.25 × 2 നമുക്ക് ബൈനറിക്കാണല്ലോ കൺവേർട്ട് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഏതിനെ? ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 0.25 × 2 എന്ന് പറയുമ്പോൾ 0.5. ഇനി ഈ 0.5ന് പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.0 കിട്ടണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 4 നമ്പർ വരെ ചെയ്താൽ മതി. ഇത് ഇവിടെ ഇപ്പോൾ 1 വന്നുകൊണ്ട് കറക്റ്റ് 1 വന്നുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഈ 0.25ൻ്റെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത് 01 ആയിരിക്കും. അപ്പോൾ ഈ മൊത്തം നമ്പർ എങ്ങനെ ആയിരിക്കും? ഈ 58.25നെ നമുക്ക് ടോട്ടലായിട്ട് 111 എന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ നമുക്ക് 4 നമ്പർ വരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് നിർത്താം. അത്രയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെസിമലിന് ബൈനറിക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ആദ്യമേ തന്നെ 1 വന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇനി പോയിന്റിന് ശേഷം 0 അല്ലേ, അപ്പോൾ നമുക്ക് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ്. ഓക്കെ, അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 58നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 58 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. 8 × 7 56 ആണ്, റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ 72 ആയിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി അതിലും തന്നെ എന്ത് വരും? ഈ ഫ്രാക്ഷണൽ പാർട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 58.25 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ വിചാരിക്കാം. അപ്പോൾ ഈ 0.25നെ ഇവിടെ ഒക്ടലിലേക്കാണല്ലോ കൺവേർട്ട് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കറക്റ്റ് നമുക്ക് 2 തന്നെ കിട്ടി. അതായത് കറക്റ്റ് ഇൻറ്റീജർ പാർട്ട് കിട്ടുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ 4 സ്റ്റെപ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്താ വരിക? 58.25ന് നമ്മൾ ഡെസിമലിന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 72.2 എന്ന് കിട്ടും. ഓക്കെ, ഇതുമാതിരി തന്നെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ നോക്കാം. അതിലെങ്ങനെയാണ്? 65 ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 65നെ നമ്മൾ ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 16 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 65 16ൽ 4 വട്ടം പോവും, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 41 ആയിരിക്കും ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അവിടെയും ഇതുമാതിരി ഫ്രാക്ഷണൽ പാർട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 65.75 ആണ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ 0.75നെ നമ്മൾ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഹെക്സാഡെസിമൽ ആണല്ലോ. ഹെക്സാഡെസിമൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർത്ത് വെച്ചോ 16 ആണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 0.75 × 16 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 41.0 എന്നായിരിക്കും. കാരണം ഇവിടെ
ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 0 ഏജിലും കുഴപ്പമില്ല, 41 ഏജായാലും കറക്റ്റാണ്. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ബൈനറി ടു ഡെസിമൽ. നമ്മൾ നേരത്തെ നോക്കിയത് ഡെസിമലിൽ നിന്ന് ബാക്കിയുള്ള ബേസിലേക്കുള്ള കൺവേർഷൻസ് ആണ്. ഇനി ബൈനറിയിൽ നമുക്ക് മറ്റ് ബേസിലേക്കുള്ള കൺവേർഷൻസ് നോക്കാം. അപ്പോൾ ബൈനറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 1 0 മാത്രമുള്ളതല്ലേ. അപ്പോൾ 1101.11 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിൻറ്റിന് ഇപ്പുറത്തുള്ളതില്ലേ, ഇവിടെ 2⁻0, ഇതിൻ്റെ തൊട്ട് മുന്നുള്ള 2⁻1, 2⁻2, 2⁻3 ഇങ്ങനെ എഴുതി വയ്ക്കുക. പോയിൻറ്റിന് ശേഷമുള്ളത് 2⁻−1, 2⁻−2 അങ്ങനെ എഴുതി വയ്ക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഈ 1 ഇൻറ്റു നമുക്ക് ഡെസിമലിന് ബൈനറിക്കല്ലേ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 2³ ഈ 1 ഇൻറ്റു 2², 0 ഇൻറ്റു 2⁻1 ഈ 1 ഇൻറ്റു 2⁻0. ഓക്കെ. ഇനി രണ്ടെണ്ണം കൂടി ഇല്ലേ, 1 ഇൻറ്റു 2⁻−1 അതുപോലെ 1 ഇൻറ്റു 2⁻². ഓക്കെ. ഏതുണ്ട് മനസ്സിലായല്ലോ. അതെങ്ങനെയാണ്, ഫസ്റ്റത്തെ നമ്പർ ഇൻറ്റു 2³, സെക്കൻഡിൻ്റെ നമ്പർ ഇൻറ്റു 2², 0 ഇൻറ്റു 2⁻1, 1 ഇൻറ്റു 2⁻0, 1 ഇൻറ്റു 2⁻−1, 1 ഇൻറ്റു 2⁻². അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് അവസാനം ആൻസർ കണ്ടുപിടിക്കാം. അത്രയാണ് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ പറയുന്നത്. ഈ ബൈനറിയിൽ നിന്ന് ഒക്ടലിക്ക് കൺവേർഷൻ ഉണ്ട്. അതെങ്ങനെയാണ്, സിമ്പിളായിട്ട് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് വേ പറഞ്ഞുതരാം. അതായത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബൈനറി എങ്കിൽ നമ്മൾ എന്താക്കണം, അതായത് പോയിൻറ്റിന് ഇപ്പുറത്തുള്ളത് നമ്മൾ 3 എണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 110 ഒരു ഗ്രൂപ്പാക്കി, 101 ഒരു ഗ്രൂപ്പാക്കി. ഓക്കെ. അത് പോയിൻറ്റിന് ഇപ്പുറത്തുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഈ പോയിൻറ്റിന് റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ വേറെ ഗ്രൂപ്പാക്കുക, 011 ഒരു ഗ്രൂപ്പാക്കുക. ഇവിടെ 01 രണ്ടെണ്ണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതായിട്ട് വരുമ്പോൾ, അതായത് അക്കം കുറവായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റ് കുറവായിട്ട് വരുമ്പോൾ നമ്മളൊരു 0 കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ ഡിജിറ്റ് കുറവുള്ളത് അവിടെ നമ്മൾ 0 കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 011 വരും, 010 വരും. എന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് എന്ത് എഴുതുക, ഇപ്പോൾ 101 എന്ന് പറയുന്നത് നമ്മൾ ബൈനറി നോക്കുകയാണെങ്കിൽ 5 ആണ് വരിക, 110 നോക്കുകയാണെങ്കിൽ 6 വരിക, 011 നോക്കുകയാണെങ്കിൽ 3 വരിക, അതുപോലെ തന്നെ 010 നോക്കുകയാണെങ്കിൽ 2 വരിക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒക്ടൽ കൺവെൻഷനാണ് എന്തെന്ന് പറയുന്നത്, 56.32 എന്ന് പറയുന്നത്. ഇനി ഇതുമാതിരി തന്നെ നമുക്ക് അടുത്ത കൺവെൻഷൻ കൂടി ഉണ്ട്. അതായത് ബൈനറി ടു ഹെക്സാഡെസിമലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുമാതിരി തന്നെ ബൈനറി നമുക്ക് തന്നിട്ടുണ്ടാവും. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് നമ്മൾ 4 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതായത് പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലും 4 ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1110 എന്ന് വരും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഡിജിറ്റ് ഉള്ളൂ. അപ്പോൾ 2 ഡിജിറ്റ് കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 0 ആഡ് ചെയ്ത് കൊടുത്തു. അതായത് 0010 1110. ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ 0110, പിന്നെ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 3 0 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ അതാണ് ബൈനറി ടു ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടൽ ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ. 145.23 ആണ് നമുക്ക് ഒക്ടലായിട്ട് തന്നിരിക്കുന്നത്. അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നേരത്തെ 2 ചെയ്ത മാതിരി ഇവിടെ 8ൻ്റെ സ്ക്വയർ, 8ൻ്റെ പവറായിട്ട് എഴുതാം. അതായത് പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം 8⁻0, പിന്നെ 8⁻1, പിന്നെ 8². പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് 8⁻−1, 8⁻−2. അപ്പോൾ 1 ഇൻറ്റു 8², 4 ഇൻറ്റു 8⁻1, 5 ഇൻറ്റു 8⁻0, 2 ഇൻറ്റു 8⁻−1, 3 ഇൻറ്റു 8⁻². ഓക്കെ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ഒക്ടൽ ടു ബൈനറി ആണ്. ഒക്ടൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്ടൽ നമ്പർ വന്നിട്ടുണ്ടാവും. അതിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും എന്ത് എഴുതാം, ബൈനറി കോഡില്ലേ, 3 ബിറ്റ് ബൈനറി കോഡ് ജസ്റ്റ് എഴുതിയിട്ട് ജസ്റ്റ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഒക്ടൽ ടു ബൈനറി ആയി. ഇനി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ഉണ്ട്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇതാണ് നമ്പർ, നമുക്ക് ഈ സെയിം നമ്പർ തന്നെ ഇരിക്കാം. ഞാൻ എളുപ്പത്തിനാണ് ഈ സെയിം നമ്പർ എടുത്തെടുത്ത് പോകുന്നത്. 145.23 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറെങ്കിൽ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഓരോ ഡിജിറ്റിൻ്റെയും 4 ബിറ്റ് ബൈനറി എഴുതണം. കാരണം ഹെക്സാഡെസിമലിലേക്കാണല്ലോ കൺവേർട്ട് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും 4 ബിറ്റ് ബൈനറിക്ക് കൺവേർട്ട് ആക്കിയിട്ട് അതിനെ എന്താക്കണം, അതിൻ്റെ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എഴുതാം,